ആലായാൽ തറ വേണോ അടുത്തോരമ്പലം വേണോ ആലിന്നു ചേർന്നൊരു കൂളവും വേണോ കുളിപ്പാനായി കൂളം വേണോ കൂളത്തിൽ ചെന്താമര വേണോ കുളിച്ചാൽ പിന്നാകം പൂരം ചിന്തകൾ വേണോ. സമൂഹം തന്നെ അങ്ങനെ നമ്മളെ കോമ്പറ്റീറ്റീവ് ആക്കി മാറ്റിക്കഴിഞ്ഞു. ലോകത്ത് എന്ത് അടിച്ചാലും എനിക്ക് കിട്ടാറില്ല. എൻ്റെ കമ്പ്യൂട്ടർ എന്ന് കഴിഞ്ഞാൽ അൺറിലീസ്ഡ് സോങ്സിൻ്റെ ഒരു മേള തന്നെ ഉണ്ട്. എല്ലാവരുടെയും ജേർണി ഈസ് വെരി യുണീക്ക്. അപ്പോൾ അവർ ഷെയർ ചെയ്യുന്ന മ്യൂസിക്കും വെരി യുണീക്ക്. ആലായാൽ തറ വേണോ അടുത്തോ. സൗത്ത് സൈഡ് സ്റ്റോറീസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ ഇന്ന് ഉള്ളത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ സൂര്യ സന്തോഷാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു ഗായകനാണ്. ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളില്ലാത്തൊരു പ്ലേലിസ്റ്റ് എനിക്ക് ഉറപ്പായിട്ടും ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു പക്ഷേ അങ്ങനെ തന്നെയായിരിക്കും. നമസ്കാരം. നമസ്കാരം. 7ാമത്തെ വയസ്സ് തൊട്ട് കർണാട്ടിക് മ്യൂസിക് അഭ്യസിക്കുന്ന ഒരാളാണ്. ശരിക്കും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും തന്നെ കാണുന്നില്ല. എന്തായിരുന്നു ശരിക്കും ആ ഒരു ഏജിൽ മ്യൂസിക്കിലേക്ക് അട്രാക്ട് ചെയ്തൊരു ഫാക്ടർ? ബീങ് വെരി ഫ്രാങ്ക്, എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. ബേസിക്കലി ഞാൻ അമ്മ സ്കൂൾ ടീച്ചറാണ്. അമ്മയുടെ സ്കൂളിൽ ഒരു ടീച്ചറാണ് എൻ്റെ ടാലൻറ്റ് കണ്ടുപിടിക്കുന്ന പോലും. ഞാൻ എന്തോ പാടിയപ്പോഴത്തേക്കും അമ്മയോട് പറയുകയാണ് എന്നെ പഠിപ്പിക്കണം. പക്ഷെ അന്നത്തെ കാലത്ത് ഇത് വീണ്ടും ഈ ചെയ്യാൻ തോന്നിച്ച കാര്യം എനിക്ക് കാര്യത്തെപ്പറ്റി ആലോചിക്കുമ്പം സ്കൂളിൽ പോകണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കോമ്പറ്റീഷൻസിനൊക്കെ പുറത്ത് പോകുമ്പോഴത്തേക്കും ക്ലാസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. പിന്നെ കുറേ ഈ പോകുന്ന കോമ്പറ്റീഷനുള്ള സ്ഥലത്തെല്ലാം തന്നെ കുറേ കൂട്ടുകാരെ കിട്ടും. അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരിക്കും, അവിടെ കളിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളാണ് ശരിക്കും ആലോചിക്കുമ്പോഴത്തേക്കും ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നത്. അല്ലാണ്ട് സംഗീതത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി അന്നത്തോളം അങ്ങനെ ഒരു അവബോധമൊന്നും അന്നില്ല, ശരിക്കും ഇല്ല. പിന്നെ ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പാരൻസിൻ്റെ പുഷ് ഉണ്ടായിരുന്നു, പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇത് റെഗുലറായിട്ട് പഠിച്ചത് പോലും. അന്ന് എനിക്കിത് മനസ്സിലായിട്ടില്ല ഞാൻ എന്താ പഠിക്കുന്നത്. എനിക്ക് ശരിക്കും കർണാട്ടിക് മ്യൂസിക് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയത് ഒരു 10-15 വർഷത്തിന് ശേഷമാണ്. ബേസിക്കലി ഇതിങ്ങനെയൊക്കെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പം അന്നത്തെ കാലത്ത് എന്തൊക്കെയോ പഠിച്ച് മുന്നോട്ട് പോയി. യെസ്, അത് അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് ആയിരിക്കാം. പിന്നെ നമുക്ക് റിയലൈസേഷൻ ഉണ്ടാകും, ഇതിങ്ങനെയൊക്കെ കാണണം, ഇതിനിങ്ങനെയൊക്കെ സമീപിക്കണം എന്നുള്ളൊരു തിരിച്ചറിവൊക്കെ ഉണ്ടാകുന്നത് പിന്നെ അതുകൊണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ പഠിച്ചു വെച്ചതെല്ലാം പിന്നെ പ്രയോഗിക്കാൻ പറ്റുന്ന വലിയ എന്താ പറയുക അടവുകളാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കിയത്. പഠിച്ചു വെച്ചത് പകുതിയും അൺലേൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, പലരും റീലേൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഓഫ് കോഴ്സ് ഇത് പഠിച്ചതിൻ്റെ ഒരു ഗുണം നമുക്ക് പിന്നെ കിട്ടിയിട്ടുണ്ട്. ആദ്യ ഗാനം തെലുങ്കിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ശരിക്കും മലയാളിയാണ്, കേരളത്തിലുള്ള ആളാണ്. എങ്ങനെ തെലുങ്കിൽ പോയി ലാൻഡ് ചെയ്ത്? 2010 ഞാൻ എൻ്റെ PG കഴിയുന്നത്. അപ്പം 2008 ഞാൻ ഇടയ്ക്കിടെ ചെന്നൈ പോകുമായിരുന്നു. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ചെന്നൈയിലുണ്ടായിരുന്നു. ഇടയ്ക്കിടെന്ന് വെച്ചാൽ 1-2 തവണ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം പോകുന്ന കൂട്ടത്തിൽ എനിക്കൊരു ഓഡിഷൻ കിട്ടി. AR റഹ്മാൻ്റെ നെഫ്യൂ GV പ്രകാശിൻ്റെ ഒരു വോയിസ് ഓഡിഷൻ. അപ്പോൾ ഞാൻ പോയി എൻ്റെ ശബ്ദം പാടിയൊക്കെ കേൾപ്പിച്ചു. കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ പാടാൻ വിളിച്ചു. 2000 എനിക്കൊന്ന് 8 പകുതി ആയപ്പോഴത്തേക്കോ 9 ആയപ്പോഴത്തേക്കോ പാടാൻ വിളിച്ചു. അന്ന് പാടാൻ വിളിച്ച പാട്ട് ഈ തെലുങ്ക് പടത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അന്ന് റെക്കോർഡ് ചെയ്തു ഞാനവിടുന്ന് പോയി. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ശബ്ദത്തിൽ പുറത്തിറങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നൊന്നുമില്ല. അങ്ങനെ അത് റെക്കോർഡ് ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും 2010 തോന്നുന്നു ആ പാട്ട് ഇറങ്ങുന്നത്. അങ്ങനെയാണ് വളരെ അവിചാരിതമായിട്ട് ഞാൻ തെലുഗു സീനിൽ എത്തിപ്പെടുന്നത്. ഞാൻ ആക്ച്വലി ഓഡിഷൻ അന്ന് ഏർപ്പാടാക്കി തന്നത് ജോർജ് പീറ്റർ എന്ന് പറയുന്ന മ്യൂസിഷ്യനാണ്. ജോർജ് പീറ്റർ എന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മ്യൂസിഷ്യനാണ്, മ്യൂസിക് കമ്പോസറാണ് അദ്ദേഹമാണ് എനിക്ക് ആക്ച്വലി നീ ഒന്ന് പോയി ഓഡിഷൻ കൊടുത്തു നോക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്നത്. അങ്ങനെ അത് സംഭവിച്ചു. ഓക്കെ, അപ്പോൾ അന്ന് ആദ്യമായിട്ട് AR റഹ്മാനെ കാണുകയാണോ? ഒരു ലെജൻഡിനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ? അന്നല്ല, അത് ഞാൻ AR റഹ്മാനെ നെഫ്യൂന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തത്, GV പ്രകാശിന് വർക്ക് ചെയ്തത്. AR റഹ്മാനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഒരുമിച്ച് ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടില്ല. ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റിയാക്ഷൻ എന്തായിരുന്നു അപ്പോഴത്തെ ഒരു ഫീല്? അത് ഭയങ്കര, അതും ഈ പറഞ്ഞ പോലെ ഭയങ്കര അവിചാരിതമായിട്ട് സംഭവിച്ചാണ്. ഈ രാജീവ് മേനൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ആണ്, പുള്ളിയാണ് എന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളുടെ പാട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമാണ്, ഞാൻ പുതിയ പടം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചപ്പം ഇവിടെ ഉണ്ടോ. അപ്പോൾ ആ സമയത്ത് ട്രിവാൻഡ്രത്താണ് ഞാൻ. ചെന്നൈ സെറ്റിൽഡ് ആയിരുന്നു ആ സമയത്ത്. പക്ഷേ എന്തോ കാരണവശാലും ഞാൻ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയാണെങ്കിൽ ചെന്നൈയിലേക്ക് വരുമ്പോഴത്തേക്കും എന്നെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞ് രാജീവ് മേനൻ അന്ന് ഒരു ഫോൺ കോളിൽ എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ചെന്നൈ പോയ ശേഷം പുള്ളി വിളിക്കുന്നു. പുള്ളി എന്നെ പിറ്റേ ദിവസം പുള്ളിയുടെ വീട്ടിൽ വരുന്നു. പുള്ളി എൻ്റെ അടുത്ത് കുറേ സംസാരിക്കുന്നു, പുള്ളിയുടെ മ്യൂസിക്കിൻ്റെ പെർസ്പെക്റ്റീവ്സും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. പിന്നെ പിറ്റേ ദിവസമാണ് പുള്ളി പറയുന്നത്, പുള്ളി ചെയ്യുന്ന പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ AR റഹ്മാനാണ്,
ഒരു പാട്ട് പുള്ളിയും കമ്പോസ് ചെയ്യുന്നുണ്ട്. ആ പാട്ട് പാടാനാണ് പുള്ളി എന്നെ വിളിച്ചത് ആക്ച്വലി. ഓക്കെ. പിറ്റേ ദിവസം പുള്ളി എന്നെയും കൂട്ടിക്കൊണ്ട് റഹ്മാൻ്റെ സ്റ്റുഡിയോയിലേക്ക് പോയിരുന്നു. അതിന് രാവിലെ വെളുപ്പിന് 5 മണിക്ക് എൻ്റെ അടുത്ത് റഹ്മാൻ്റെ സ്റ്റുഡിയോയിൽ എത്തണം എന്ന് പറഞ്ഞ് കോൾ വരികയാണ്. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ ചാടി എഴുന്നേറ്റ് ഞാനും താമസിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു സാലിഗ്രാമത്തായിരുന്നു. സാലിഗ്രാമത്തിൽ നിന്ന് റഹ്മാൻ സ്റ്റുഡിയോയിലേക്ക് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. അന്ന് എനിക്കൊരു സ്ഥിരം ഉണ്ടായിരുന്നു. സ്ഥിരം ഒരു ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഞാൻ പോയാലും ചെന്നൈയിൽ എവിടെ ഓടിച്ച് പോയാലും തിരിച്ച് വരുമ്പോഴത്തേക്കും റഹ്മാൻ്റെ സ്റ്റുഡിയോയുടെ സൈഡിൽ കൂടിയേ ഞാൻ വണ്ടി ഓടിച്ച് തിരിച്ച് വീട്ടിൽ പോകത്തുള്ളൂ. ചുമ്മാ ഒരു സന്തോഷം, ചുമ്മാ ഫ്ലാറ്റിംഗ് ആ ഒരു സ്റ്റുഡിയോ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അപ്പോൾ ഇങ്ങനെ ഒരു കോൾ വന്നു, സ്റ്റുഡിയോയിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം പോയി വെളുപ്പിന് 5:30 പുള്ളി ഞാനും രാജീവ് മേനനും കൂടി ഇങ്ങനെ പുറത്തേക്ക് നടക്കാനൊക്കെ പോയി. ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു, പാടി, ഗുഡ് ടൈംസ്. അതിനുശേഷം പിന്നെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. ഗുഡ് എക്സ്പീരിയൻസ്. ഇപ്പോൾ പ്ലേ ബാക്ക് സിംഗിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഹിറ്റ് ട്രാക്കുകളുള്ള ഒരാളാണ് സൂരജ് സന്തോഷ്. അതേപോലെ തന്നെ സ്റ്റേജ് ഷോയിലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഏതിലാണ് കൂടുതൽ ലൈവായിട്ട് സൂരജിനെ ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയാം? പ്ലേ ബാക്ക് സിംഗിങ് ഓർ സ്റ്റേജ്? രണ്ട് എക്സ്പീരിയൻസസ് ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. രണ്ട് വിധത്തിലുള്ള എക്സ്പീരിയൻസസ് ആണ്. ഐ എൻജോയ് ലൈവ് പെർഫോമൻസസ് മോർ. എന്ന് വെച്ചാൽ എനിക്ക് ലൈവ് പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ലോകത്ത് എന്ത് അടിച്ചാലും എനിക്ക് കിട്ടാറില്ല. സോ അപ്പം ലൈവ് പെർഫോമൻസസ് ആണ് എൻ്റെ ഒരു ഹൈ. പിന്നെ ഈ റെക്കോർഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരാളുടെ ചട്ടുകമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരാളുടെ വിഷന് നമ്മളൊരു ഒരു എക്യുപ്മെൻ്റ് എന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലാണ്. അപ്പോൾ അതൊരു വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വർക്കിംഗ് സ്റ്റൈൽസ് ആണെന്ന് പറയും. എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്, പക്ഷേ അത് ശരി തന്നെയാണ്. അതങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി. നമ്മൾ നേരത്തെ പറഞ്ഞ ഇയർ തൊട്ടിട്ട് നോക്കുവാണെങ്കിൽ ഒരുപാട് കടമ്പകൾ കടന്ന് ഇവിടം വരെ എത്തിയ ആളാണ്. ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ചാലഞ്ചസ് എന്തായിരുന്നു ശരിക്കും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരിക്കലും ഇൻഡസ്ട്രിയുടെ പാർട്ടാവുന്ന ഒരിക്കലും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആവാൻ പറ്റുമെന്നൊന്നും എനിക്ക് അങ്ങനെ ബോധ്യമൊന്നുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ടാലൻറ്റ്. യെസ്, എല്ലാവരും ടാലൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് യുവർ നെറ്റ്വർക്ക്സ്. ദ നെറ്റ്വർക്ക്സ് യു ബിൽഡ് ഫോർ എ പേഴ്സൺ ഹൂ ഇസ് നോട്ട് ഫ്രം എ മ്യൂസിക്കൽ ഫാമിലി ഓർ അങ്ങനെ ഇത് ആർട്ട് ലീനിയേജ് ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാടത്തോളം ഈ നെറ്റ്വർക്ക്സ് ഭയങ്കര കുറവായിരിക്കും. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾ 10 സ്റ്റെപ്പ് വയ്ക്കുന്നതും അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾ 1 സ്റ്റെപ്പ് വയ്ക്കുന്ന തമ്മിലുള്ള വ്യത്യാസം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് തോന്നുന്നത്. നമ്മൾ ഇങ്ങനെ ഒരാളുണ്ട്, നമ്മൾ ഇതിനകത്തുള്ള ആൾക്കാരെ നമ്മൾ കാണണം, പരിചയപ്പെടണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. സോ നെറ്റ്വർക്ക് ബിൽഡിങ് അതാണ് ഏറ്റവും വലിയ നിങ്ങൾക്ക്. കാരണം പലരും പറയും അത് ഭാഗ്യമാണെന്നൊക്കെ പറയും. ഇറ്റ് ഇസ് നോട്ട് ഭാഗ്യം അല്ല, അത് പ്രിവിലേജാണ്. അത് പ്രിവിലേജാണ്. അത് ഭാഗ്യം എന്ന രീതിയിൽ നമ്മളതിനെ പതുക്കെ ഒന്ന് പോളിഷ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. അങ്ങനെയല്ല അത്. അതായത് ഈ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്താലേ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ എത്താൻ പറ്റുള്ളൂ. റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ എത്തിയാലേ ചില ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. എക്സാക്ട്ലി. ഇപ്പം നമ്മൾ ഈ കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നതും നമുക്കുള്ള പ്രിവിലേജായിട്ട് ഭയങ്കരമായിട്ട് കണക്ഷൻ ഉണ്ട്. നമ്മൾ എവിടെ നിന്ന് വരുന്നു, നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു എന്നൊക്കെ ഉള്ളതൊക്കെയാണ് നമ്മുടെ പ്രിവിലേജിനെ രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. സോ എനിക്ക് തോന്നുന്നു അതാണ് നെറ്റ്വർക്ക് ബിൽഡിംഗ് ആണ് വരുന്ന എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. എനിക്കും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഐ ആം നോട്ട് എ ടോക്കറ്റീവ് പേഴ്സൺ. അങ്ങനെ സംസാരിക്കുന്ന ആളൊന്നുമല്ല. അങ്ങനെ പോയി ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ടാക്ടിക്സ് ഒന്നും എനിക്ക് അറിയത്തുമില്ല. അങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളുമല്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയിൽ കടന്നു വരുന്ന വരാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ട്രിക്കി സൈഡാണ്, ഇതൊരു ട്രിക്കി പാർട്ടാണ്. ആൻഡ് അതെങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് അറിഞ്ഞുകൂടാ. ഗ്ലോബൽ ലെവലിൽ ഒരുപാട് മ്യൂസിക് കേൾക്കുകയും പല ടൈപ്പ് ഓഫ് മ്യൂസിക് കേൾക്കുന്നതൊക്കെ ആളായിരിക്കുമല്ലോ, ഉറപ്പായിട്ടും ഇഷ്ടമായിരിക്കുമല്ലോ. വേൾഡ് മ്യൂസിക്കിലെ പല ജോണേഴ്സും എല്ലാം ട്രൈ ചെയ്യാറുണ്ടാവുമല്ലോ, കേൾക്കാറെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ പല റീജിയൻസ്, പല കൾച്ചർ മ്യൂസിക്സ് ഒക്കെ വർക്കിനെ ഇൻസ്പയർ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും വർക്കിന് റീജിയണൽ അല്ലെങ്കിൽ കൾച്ചറലായിട്ടുള്ള ഏതെങ്കിലും മ്യൂസിക് ഇൻസ്പയർ ആയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. ഞാൻ വാസ്റ്റായിട്ട് മ്യൂസിക് ലിസൺ ചെയ്യുന്ന ആളാണ്. ആസ് ഇൻ അങ്ങനെ ഒരു ജോൺറേ ബേസ്ഡ് ഒന്നല്ല, എല്ലാം കേൾക്കും, എല്ലാ മ്യൂസിക്കും കേൾക്കും. ആൻഡ് ഓൾസോ ഞാൻ ഒരു സിംഗർ എന്ന രീതിയിൽ എൻ്റെ മെയിൻ ഐഡൻറ്റിറ്റി നിൽക്കുമ്പോഴത്തേക്കും ഐ ഓൾസോ പ്രൊഡ്യൂസ് മ്യൂസിക്. അപ്പം ഐ ഓൾസോ കമ്പോസ് മ്യൂസിക്. സോ അപ്പം ഈ ലേബിൾസ് എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ അങ്ങനെ വിചാരിക്കുകയാണ്. പക്ഷേ സോ ആസ് എ കമ്പോസർ, ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ മ്യൂസിക് ലിസണർ, മോർ ദാൻ ദാറ്റ് എ പേഴ്സൺ ഹു എൻജോയ്സ് മ്യൂസിക്, എനിക്ക് ലിസണിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു പുതിയ ആൽബമെങ്കിലും ഞാൻ അല്ലെങ്കിൽ പുതിയ ആർട്ടിസ്റ്റിനെങ്കിലും കേൾക്കാൻ ശ്രമിക്കാറുണ്ട് ഓരോ ദിവസം.
അപ്പോൾ അങ്ങനെ കൂട്ടി നോക്കുമ്പോഴത്തേക്കും എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ജോൺറ എന്ന് പറയാനായിട്ട് വേൾഡ് മ്യൂസിക് ജോൺറയാണ്. വേൾഡ് മ്യൂസിക് ഞാൻ ഒരുപാട് കേൾക്കുന്നതാണ്. അപ്പോൾ ഇപ്പം തന്നെ നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും കേൾക്കാനുള്ള ഒരു അവസരം ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. പണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ട് നമ്മൾ വരുമ്പോഴത്തേക്കൊക്കെ ചെറുപ്പത്തിലൊക്കെ ആയിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ലിസ്ണിംഗ് കേന്ദ്രം എന്ന് പറയുന്നത് ആകാശവാണിയായിരുന്നു. അന്നത്തെ ലളിതഗാന പാഠങ്ങൾ അതൊക്കെ തന്നെയായിരുന്നു. പിന്നെയാണ് കാസറ്റ്സ് ഒക്കെ, എല്ലാവരുടെ വീട്ടിലും കാസറ്റ് പ്ലെയർ ഒന്നും ഇല്ല. പിന്നെ കാസറ്റ് പ്ലെയർ കിട്ടുന്നു, പിന്നെ CD വരുന്നു, പിന്നെ കമ്പ്യൂട്ടറൊക്കെ വരുന്നത്, പിന്നെ റെവല്യൂഷൻ കുറച്ചുകൂടെയൊക്കെ റെവല്യൂഷനൈസ് ചെയ്യപ്പെട്ടു. ഇല്ലാത്തൊരു ലിസ്റ്റിംഗ് ആണ് പണ്ട് മ്യൂസിക്കിനുണ്ടായിരുന്നത്. കറക്റ്റ്. ഇന്ന് പക്ഷേ നമുക്ക് എന്തും കേൾക്കാം. ഇന്നിപ്പോൾ അമേരിക്കയിൽ ഇറങ്ങുന്ന ആൽബം നമുക്ക് അപ്പം തന്നെ കേൾക്കാം. നമുക്ക് പ്രീ സേവ് ചെയ്യാം പല മ്യൂസിക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലപ്പം. അപ്പം എല്ലാവരുടെ എക്സ്പോഷർ ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ നമ്മൾ കേൾക്കുന്ന എല്ലാത്തിൻ്റെയും ഇൻഫ്ലുവൻസ് നമ്മുടെ ഉണ്ടാക്കുന്ന മ്യൂസിക്കിലും വരും. സോ ഓഫ് കോഴ്സ് ഞാൻ കേൾക്കുന്ന മ്യൂസിക്കിൻ്റെ എലമെൻറ്റ്സ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതെന്നെ പുതിയ മ്യൂസിക് ഉണ്ടാക്കാനായിട്ടും എൻ്റെ രീതിയിൽ എൻ്റെ കാഴ്ചപ്പാട് മ്യൂസിക് കൂടി പുറത്ത് പറയാനായിട്ടും അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് അങ്ങനെ ഒരുപാട് ബാൻഡ്സ് ഉണ്ട്. ഓഡിയൻസ് ഭയങ്കര എക്സ്പോസ്ഡ് ആണ് എല്ലാ മ്യൂസിക്കിലേക്കും എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും സൗണ്ടിങ്ങിനെയൊക്കെ പറ്റി ഭയങ്കര നോളജ് ഇപ്പോൾ കൂടിയിട്ടുണ്ടാവും. അവരും ഭയങ്കര ഡിമാൻഡിങ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് പുതിയ സാധനങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ പുതിയ സാധനങ്ങൾ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും ഈ പുതിയത് എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഓഡിയൻസിന് എത്രത്തോളം എക്സ്പോഷർ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മ്യൂസിക് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കേൾക്കാനുള്ള സാഹചര്യം ഇന്നുണ്ട്. പഴത്തേക്കാളും ഭയങ്കര ബെറ്ററായിട്ട് ഇന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ മ്യൂസിക് ആസ് ഓഡിയൻസ് പെർസ്പെക്റ്റീവ് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും അവർ കേൾക്കാനിരിക്കുന്ന ഒരു ഗോ ടു മ്യൂസിക് ഉണ്ടായിരിക്കാം, ഒരു കംഫർട്ടബിൾ മ്യൂസിക് ഉണ്ടായിരിക്കും. അതിനപ്പുറത്തേക്ക് അവർ പോകുന്നുണ്ടോ എന്നുള്ളതും ക്വസ്റ്റ്യനബിൾ ആണ്, വലിയൊരു ചോദ്യമാണ്. അപ്പോൾ അവർക്ക് എപ്പോഴും നമുക്ക് കംഫർട്ടിംഗ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കാനായിരിക്കും എല്ലാവർക്കും താല്പര്യം. പക്ഷേ ഈ പറയുന്ന പോലെ എന്നിരുന്നാലും ഒരു കേൾവി, ഈ വായന പോലെ തന്നെ കേൾവിയും ശീലം എല്ലാവർക്കും ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അത് ഇന്നേ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ മ്യൂസിക് ഉണ്ടാക്കുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം തന്നെ ഈ കേൾവി ഇത്രത്തോളം വ്യാപകമായ സ്ഥിതിക്ക് കുറച്ചുകൂടെ നല്ലൊരു മ്യൂസിക് ഉണ്ടാക്കാവുന്നവർക്ക് അത് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. കേൾക്കുന്നവർക്ക് ബെറ്റർ മ്യൂസിക് കേൾക്കാനും അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സൂരജിൻ്റെ ഒരു മ്യൂസിക് ജേർണിയിൽ നടത്തിയിട്ടുള്ള ഒരു വൈൽഡസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്തായിരിക്കും? വൈൽഡസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് എനിക്ക് ആണോ ഒന്നുമില്ല. കാരണം ഐ ഡോണ്ട് നോ. ഞാൻ തിയേറ്ററിലേക്ക് വരുന്നത് ഒരു വളരെ അവിചാരിതമായിട്ടാണ്, തിയേറ്റർ മ്യൂസിക്കിലേക്ക്. അപ്പം ഐ ഗോട്ട് ടു എക്സ്പെരിമെൻറ്റ് എ ലോട്ട്. ഐ വർക്ക് വിത്ത് തിയേറ്റർ കോൾഡ് ജനഭേരി തിയേറ്റർ. ദേ ആർ ബേസ്ഡ് ഔട്ട് ഓഫ് ഷൊർണൂർ. അപ്പം ഐ കമ്പോസ് മ്യൂസിക് ഫോർ ഓൾ ദെയർ പ്രൊഡക്ഷൻ ഫ്രം ഒരു 4-5 വർഷമായിട്ട്. അപ്പം തിയേറ്റർ മ്യൂസിക് എന്നെ ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് അവിടെ സകല സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇറ്റ് ജസ്റ്റ് ദാറ്റ് അവർക്കത് ഇനാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവർക്കത് ഫീൽ ചെയ്യണം എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം തിയേറ്റർ മ്യൂസിക്കിന് വേണ്ടി ഞാൻ ഒരുപാട് 2, 3, 4, 5 ആൽബം റിലീസ് ചെയ്തിട്ടുണ്ട്. റിലീസ് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അന്ന് റിലീസ്ഡല്ല, അതൊക്കെ ആ നാടകത്തിൻ്റെ സമയത്ത് പ്ലേ ചെയ്ത് പോകുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു അതാണ് തിയേറ്റർ മ്യൂസിക് ബേസിക്കലി എന്നെ ഒരു ബെറ്റർ ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ ആവാനും മ്യൂസിക്കിനെ കാണുന്ന രീതി മാറ്റാനും ഒക്കെ തന്നെ സഹായിച്ചിട്ടുണ്ട്. ശരിക്കും അവിടെയാണ് ഏറ്റവും കൂടുതൽ ലിബർട്ടി ആസ്വദിക്കുന്നത് അല്ലേ? സ്വാതന്ത്ര്യം ആരൊക്കെ തരുന്നോ അവിടെ എല്ലാ സ്പേസിലും, അത് സിനിമയാണെങ്കിലും ശരി, തിയേറ്റർ ആണെങ്കിലും ശരി, അവിടെ നമ്മുടേതായ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനും കൂടി ഒരു ഇടം തരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ പാർട്ടാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഒരു ഇൻക്ലൂസിവിറ്റി ഫീൽ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനാണെങ്കിലും ബെറ്റർ ആയിട്ട് ഇൻക്ലൂസിവിറ്റി ഉള്ള എവിടെയാണെങ്കിലും ലിബർട്ടി ഉണ്ട്. യെസ്, ഡെഫിനറ്റ്ലി അല്ലേ, എല്ലാ സ്പേസിലും അങ്ങനെയാണ് നിൽക്കുന്നത്. ഒരു മ്യൂസീഷ്യനാണ്, കമ്പോസറാണ്. അപ്പോൾ ഒരു പാട്ട് റെഡിയായി, ഇത് റിലീസ് ചെയ്യാൻ ഓക്കെ ആയി എന്ന് തോന്നുന്ന മൊമെൻ്റ് എപ്പോഴാണ്? ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ കേട്ടോ. ഭയങ്കര അങ്ങനൊരു മൊമെൻ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ റിലീസ്ഡ് സോങ്ങിനേക്കാളും അൺറിലീസ്ഡ് സോങ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ എനിക്കുള്ളത്. എൻ്റെ കമ്പ്യൂട്ടർ എന്ന് നോക്കി കഴിഞ്ഞാൽ അൺറിലീസ്ഡ് സോങ്സിൻ്റെ ഒരു മേള തന്നെ ഉണ്ട്. സോ അപ്പം ഓരോ തവണ നമ്മളൊരു പ്രോജക്റ്റ് തുറന്ന് വർക്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് മാറ്റം വരുത്തി ഇതിന് തൃപ്തി വരുന്നില്ല. ഇത് ശരിയല്ലല്ലോ, ഇനിയും വേണമല്ലോ, ഇത് വേണമല്ലോ എന്ന് ഫൈനലി എന്താ സംഭവിക്കുന്നത്? അത് മാറ്റി വെച്ച് അടുത്ത പ്രോജക്റ്റ് തുടങ്ങും. സോ അപ്പോൾ യു ഡോണ്ട് നോ യു ഡോണ്ട് ആക്ച്വലി നോ വെൻ ദ സോങ് ഇസ് റെഡി എന്നുള്ളത്. പിന്നെ ചില സമയത്ത് ചില പ്രോജക്ട്സിനൊക്കെ വേണ്ടി നമ്മൾ ഈ വേറെ ആൾക്കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ടൈം പീരീഡ് നമുക്കത് കൊടുക്കേണ്ടി വരും. അതെ, അപ്പോൾ അതപ്പോൾ
അങ്ങനെയുള്ള പ്രോജക്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അത് തീർത്ത് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഫിനിഷ് ആയിട്ട് പുറത്തിറങ്ങും. എനിക്കത് ഇങ്ങനെ ഒരു പണ്ടാരോ പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ്, അലീന എന്ന് പറഞ്ഞ പോയറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ആരോ പറഞ്ഞൊരു കോട്ട് ചെയ്താണ്, ഇതിന് ഈ പോയട്രി ഇസ് നോട്ട് ഫിനിഷ്ഡ്, ഇറ്റ് ഇസ് ഓൾവേസ് എന്താണ് ഡിക്ലൈൻഡ് ഓർ ഡിക്ലൈൻഡ് അബാൻഡൻഡ് എന്നാണ്. അത് ഭയങ്കര സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കമൽഹാസന് മറ്റേ ടാബിൽ 400ഓളം സ്ക്രിപ്റ്റുകൾ ഇതിപ്പോൾ സിനിമയാക്കാനായിട്ട് പ്ലാൻ ചെയ്തൊക്കെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു മ്യൂസീഷ്യൻ്റെ കമ്പ്യൂട്ടറിൽ അൺറിലീസ്ഡ് ആയിട്ടുള്ള എത്രത്തോളം ട്രാക്സ് ഉണ്ടാവും? എല്ലാ മ്യൂസീഷ്യൻസും നിങ്ങൾ നോക്കിക്കോ, അവരുടെ കമ്പ്യൂട്ടറിൽ അവരുടെ ഈ റിലീസ് ചെയ്യാത്ത ഒരു മിനിമം ഒരു 100 പാട്ടെങ്കിലും, സുഹൃത്തുക്കളെ പോലും കേൾപ്പിക്കാത്ത എത്ര ട്രാക്കുകൾ ഉണ്ടാവുന്നത്? സുഹൃത്തുക്കളെ പോലും കേൾപ്പിക്കാത്ത തന്നെ ഒരു 19 ട്രാക്ക് ഉണ്ടായിരിക്കും. എന്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, അതെ, ഉറപ്പായിട്ട് മ്യൂസിക് ഫീൽഡിൽ നിൽക്കുന്ന എല്ലാ കമ്പോസേഴ്സിന്റെയും പ്രൊഡ്യൂസേഴ്സിന്റെയും ശരിക്കുള്ള ടാലന്റ് നോക്കണമെങ്കിൽ അവരുടെ ഹാർഡ് ഡിസ്കിനുള്ളിൽ തട്ടിയാൽ മതി. സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്നു ആൻഡ് സ്വന്തം ആവശ്യത്തിനും ഓൺ ട്രാക്കുകളും റെക്കോർഡ് ചെയ്യാറുണ്ട്. രണ്ടിൻ്റെയും വർക്കിംഗ് പാറ്റേൺ എങ്ങനെ ഡിഫൈൻ ചെയ്യും? അതായത് രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് പോകുന്നത്. ഒരെണ്ണത്തിൽ ടൈം ബൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ, മറ്റതിൽ കുറച്ചും കൂടെ ലിബർട്ടി, എങ്ങനെ പറയാൻ പറ്റുമോ? അത് ഓഫ് കോഴ്സ് ലിബർട്ടി കൂടുതൽ നമ്മൾ സ്വന്തം പാട്ടുണ്ടാക്കുമ്പോഴാണ്. മറ്റടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഒരാളുടെ ടൂളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ സ്വന്തം പാട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മുടെ വിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു വിഷനുണ്ട്, നമ്മൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെന്നതിനെ പറ്റി നമുക്ക് ധാരണയുണ്ട്. എസ്പെഷ്യലി അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. നമ്മൾ സ്വന്തമായിട്ട് മ്യൂസിക് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ചുമ്മാ എന്തെങ്കിലും ഉണ്ടാക്കുന്നില്ല, കാരണം നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നതിനെ പറ്റി ക്ലാരിറ്റി വേണം. അങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പരമകോടിയുണ്ട് അവിടെ. മറ്റിടത്ത് ഫിലിം മ്യൂസിക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളെ ഒരാൾ ഹയർ ചെയ്യാണ്, അയാളുടെ വിഷന് നിറം പകരാനായിട്ട് നമ്മളെ ഹയർ ചെയ്യണം. അപ്പം അയാളുടെ വിഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുക, അയാൾക്ക് എന്താണോ വേണ്ടത് എന്നൊരു നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്ന രീതിയിലാണ്. അത് രണ്ട് തരത്തിലുള്ളൊരു ശൈലിയാണെന്ന് തോന്നുന്നു. ദാറ്റ്സ് ഹൗ ഇറ്റ് ഗോസ്. അപ്പം രണ്ടിനും റെക്കോർഡിംഗ് രീതിക്കൊന്നും വ്യത്യാസമില്ല, പക്ഷേ രണ്ടും റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ റെക്കോർഡ് ചെയ്യുന്ന പോലെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്ന സമീപിക്കുന്ന രീതി വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും ഏതെങ്കിലും പാട്ടിൻ്റെ റെക്കോർഡിംഗ് ടൈമിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇൻക്ലൂസീവായിട്ട് ഫീൽ ചെയ്യപ്പെടുന്ന ലിബർട്ടി ഉണ്ടെന്ന് തോന്നുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ വരികൾ ഓൾട്ടർ ചെയ്തിട്ടുണ്ടോ? വരികൾ മാറ്റിയിട്ടുണ്ടോ? ഇതിട്ട് നോക്കിയാലോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നോക്കിയാലോ, അങ്ങനെ എന്തെങ്കിലും മാറ്റി? സ്വാതന്ത്ര്യം എനിക്ക് ആസ് എ പ്ലേ ബാക്ക് സിംഗർ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും എനിക്കുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള എനിക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അത് ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുന്ന ഒരാൾ അത് സിനിമയുടെ ഡയറക്ടറുമായിട്ട് സംസാരിച്ച് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പാട്ട് എഴുതുന്നത്. സോ ഞാൻ പാടാൻ വരുന്ന ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സിനിമ എന്താണെന്ന് എനിക്ക് പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ എനിക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ അറിയുന്ന സാഹചര്യങ്ങൾ ചില സുഹൃത്തുക്കളുടെയൊക്കെ ഫിലിംസൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ മൊത്തത്തിൽ പറയും ഇതിങ്ങനെയാണ് എൻ്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ഐഡിയ കിട്ടും. അല്ലാത്ത പക്ഷം ഭൂരിഭാഗം സമയത്ത് നമുക്ക് ഈ സിനിമ എങ്ങനെയായി പോകുന്നു എന്നൊരു ധാരണയില്ല. നമ്മൾ കേൾക്കുന്ന പാട്ട് മാത്രമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് അഭിപ്രായം പറയുന്നത് എനിക്ക് പരിമിതികളുണ്ട്, എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പലപ്പോഴും അങ്ങനെയാണെങ്കിൽ പല പാട്ടുകളും എനിക്ക് കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് പല പാട്ടുകളും എനിക്ക് കറക്റ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ആസ് എ സിംഗർ നമ്മൾ ആ പ്രോജക്റ്റിൻ്റെ ഭാഗമാകുമ്പോഴത്തേക്കും നമുക്ക് ആ സ്വാതന്ത്ര്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, മ്യൂസിക് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരുപാട് കാലമായി. മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ബ്രേക്ക് ചെയ്യപ്പെടണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു റൂൾ എന്തായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകും. ഇല്ല, ബ്രേക്ക് ചെയ്യപ്പെടണം എന്ന് പറയുന്ന റൂൾ ഐ മീൻ ഞാൻ ആക്ച്വലി എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ബീങ് വെരി ഫ്രാങ്ക്, അപ്പം ഞാൻ ഐ ഹാവ് ബീൻ മേക്കിംഗ് മൈ ഓൺ മ്യൂസിക് ഫോർ സം ടൈം. ഞാൻ എൻ്റേതായ രീതിയിൽ പാട്ടുണ്ടാക്കുന്നു, എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൂടി പറയുന്നു. അപ്പം ഈ അടുത്ത കാലത്തുണ്ടായ കുറച്ച് എക്സ്പീരിയൻസസ് ഞാൻ പറയാം. അപ്പം ഞാൻ കുറേ പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പല ഓഡിയോ ലേബിൾസിനെയും ഐ എം നോട്ട് നെയിമിങ് എനിബഡി കേൾപ്പിക്കുമ്പോഴത്തേക്കും they have their own agenda. അപ്പം it is okay, they should have their own agenda, their own preferences or whatever. അപ്പോൾ ഞാൻ അവിടെ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഇതല്ല അവർക്ക് വേണ്ടത്. അപ്പം അവിടെ എന്തൊക്കെയാണ് ബ്രേക്ക് ചെയ്യപ്പെടേണ്ടതോ എന്ന് ഞാൻ ഓൾറെഡി അത് ബ്രേക്ക് ചെയ്തുകൊണ്ടാണോ ഇവർക്ക് ഇഷ്ടപ്പെടാത്തത് എന്നൊക്കെ ഉള്ള കൺഫ്യൂഷനാണ് വരുന്നത്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. ബ്രേക്ക് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ആർട്ടിസ്റ്റിനെ നിങ്ങൾ അത് ആരാണെങ്കിലും, എന്ത് ആർട്ടിസ്റ്റ് ആണെങ്കിലും, മ്യൂസിഷ്യൻ ആണെങ്കിലും, റൈറ്റർ ആണെങ്കിലും, ഇനിയിപ്പോൾ ഫിലിം മേക്കർ ആണെങ്കിലും എന്താണെങ്കിലും അവരുടെ ഈ ഒരു പരിധിയിൽ കൂടുതൽ അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാണ്ട് അവരെന്താണോ മേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരെന്താണോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ വിഷനൊപ്പം ചേർന്ന് ആ ട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്.
ആ ട്രസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ട്രസ്റ്റിൽ നിങ്ങൾ അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുക. അതിന് ഇടയ്ക്ക് വെച്ച് അതിനെ ഡൗട്ട് ചെയ്യുകയും ഇത് ശരിയാവോ എന്നുള്ള പല പരിപാടികൾ, അത് ഈ കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് ഇതൊരു ക്യാപിറ്റലിസ്റ്റിക് സൊസൈറ്റി ആണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പൈസ മുടക്കുന്നവർക്ക് അതിൻ്റെതായ സംശയങ്ങൾ വരും. പക്ഷേ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നതിന് നല്ല പ്രോഡക്റ്റ് അല്ലെ നല്ലൊരു കല ഉണ്ടാക്കാൻ വേണ്ടിയാണ്, പ്രോഡക്റ്റ് പോലും അല്ല, നല്ല കല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മാക്സിമം ഈ ഒരു ടൈം പീരീഡിൽ ഒന്ന് ചേർന്ന് പ്രവർത്തിക്കാം എന്നൊരു രീതിയിലുണ്ടെങ്കിൽ ഐ തിങ്ക് ബെറ്റർ ആർട്ട് ഉണ്ടാവും തോന്നുന്നു. വർക്ക് കോംപ്രമൈസ്ഡ് ആവാണ്ടിരിക്കും. പിന്നെ അത് സക്സസും ഫെയിലിയറും എന്നൊക്കെ പറയുന്നത് അത് സെക്കൻഡറി ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ് പൈസ മുടക്കുന്ന ആൾക്ക് എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടാവണം. സംഗീതത്തിന് ഹീൽ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ, അതോ ജസ്റ്റ് റൊമാൻറ്റിസിസം മാത്രമാണോ? സംഗീതത്തിന് ഡെഫിനറ്റ് ആയിട്ട് ഹീൽ ചെയ്യാൻ പറ്റും, പക്ഷേ റൊമാൻറ്റിസിസം ഇസ് നോട്ട് ബാഡ്. റൊമാൻറ്റിസൈസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് വെച്ചാൽ ഓഫ് കോഴ്സ് നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്യപ്പെടേണ്ടത് ആർട്ട്, മ്യൂസിക്, ലിറ്ററേച്ചർ, ഇതിനൊക്കെ നമ്മൾ അല്ലാണ്ട് നമ്മൾ ഈ മാത്തമെറ്റിക്കൽ ഐഡിയ പോലെ നമ്മൾ ഇതിനങ്ങനെ മനസ്സിലാക്കണം എന്നൊരു അങ്ങനെ ആർട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ആർട്ട് അങ്ങനെയല്ല. ആർട്ടിനകത്ത് റൊമാൻറ്റിസിസം ഒക്കെ ഉണ്ട്, അത് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, ഓഫ് കോഴ്സ് മ്യൂസിക് ഡെഫിനറ്റ്ലി ഹീൽ ഹാർട്ട്സ്. ഫീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഹീൽ ചെയ്യാനും പറ്റും. ഹീലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പലർക്കും പല രീതിയിലാണല്ലോ. ചിലർക്ക് മെറ്റൽ മ്യൂസിക് കേൾക്കുമ്പോഴായിരിക്കും കുറച്ച് ആശ്വാസം കിട്ടും, ചിലർക്ക് വേറെ എന്തെങ്കിലും കേൾക്കുമ്പോഴായിരിക്കും. അത് സബ്ജക്റ്റീവാണ്. പക്ഷേ ഡെഫിനറ്റ്ലി മ്യൂസിക് ഹീൽസ്. മ്യൂസിക് തെറാപ്പി എനിക്ക് എത്രത്തോളം ഹീൽ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ മ്യൂസിക് ഹീൽസ്. പഴയ ഒരു ക്ലാസിക് റീമിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏത് ക്ലാസിക് ആയിരിക്കും ചൂസ് ചെയ്യുക? പഴയ ഒരു ട്രാക്ക്. റീമിക്സ് എന്ന് പറയുന്ന ടേം തന്നെ ഭയങ്കരമായിട്ട് ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം റീമിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ വരുന്ന ഐഡിയ എന്ന് പറയുമ്പോൾ ഈവൻ ഇതിനകത്ത് കുറേ ഡിസ്കിട്ടിട്ട് അലമ്പാക്കുന്നു. ഞാൻ ഐ വുഡ് സേ റീഇമാജിൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് ഡിസിഷൻ ചിലപ്പോൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ വേറെ രീതിയിൽ. അതൊരു നല്ല വേർഡാണ്. സോ റീഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നമ്മൾ പല മ്യൂസിക്കൽ പീസസ് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഇതിങ്ങനെ ഇതിനിങ്ങനെ ഒരു ആസ്പെക്റ്റ് ഉണ്ടായിരുന്നെങ്കിലും കൂടെ കൊള്ളായിരുന്നു എന്നൊക്കെ രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ മോർ ദാൻ ദാറ്റ് എനിക്ക് ആ ട്രാക്കിന് റീഇമാജിൻ ചെയ്യാൻ എനിക്ക് ഇപ്പോൾ അങ്ങനെ തോന്നാറില്ല. ആ ട്രാക്കിൽ എന്താണോ ഉള്ളത് മനസ്സിലാക്കിയിട്ട് അത് നമ്മളെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അത് വെച്ചിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിലൊരു മ്യൂസിക് ഉണ്ടാക്കാനാണ് എനിക്ക് താല്പര്യം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഐ വിൽ ഗോ ആൻഡ് റീമിക്സ് ഓർ റീഇമാജിൻ എനി ട്രാക്ക്. അത് ചിലപ്പോൾ ചെയ്തൊന്നും ഇരിക്കാം, ഐ ഡോണ്ട് നോ, ലൈക്ക് റൈറ്റ് നോ പ്ലാൻസ്. അപ്പോൾ ശരിക്കും പഴയതായിട്ട് ആ സാധനങ്ങളെല്ലാം അതേപോലെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളൊരു ഐഡിയ ആണുള്ളത്. അങ്ങനെയില്ല. പഴയതിനെയൊക്കെ പുതിയതായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനൊന്നും എനിക്ക് ഒരു വിയോജിപ്പില്ല. അത് ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ എനിക്കത് ഞാനിപ്പോൾ ചെയ്യുമല്ലോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഐ വുഡ് പ്രിഫർ മേക്കിംഗ് മൈ ഓൺ മ്യൂസിക്. ഓക്കെ. ഇന്ത്യയിൽ ഇൻഡി സംഗീതം റെസ്പെക്ട് ചെയ്യപ്പെടുന്നുണ്ടോ, അതൊരു ജസ്റ്റ് ഒരു ട്രെൻഡ് മാത്രമാണോ? എന്താണ് സൂരജിൻ്റെ ഒരു അഭിപ്രായം? മ്യൂസിക് റെസ്പെക്ട് ചെയ്യണ്ട. സാധാരണ മ്യൂസിഷ്യൻസ് റെസ്പെക്ട് ചെയ്യപ്പെട്ടാൽ മതി. ആ റെസ്പെക്ട് എന്ന് പറയുന്നത് ഒരു ഭയങ്കര റെസ്പെക്ട് അല്ല ഞാൻ പറയുന്നത്. സാധാരണ എല്ലാവരും ഒരു കോമൺ ഓർഡിനറി മാൻ എങ്ങനെയാണോ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഈ ലോകത്തെ എല്ലാവരും റെസ്പെക്ട് ചെയ്യപ്പെടണം. അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ മ്യൂസിഷ്യൻസും റെസ്പെക്ട് ചെയ്യപ്പെടണം. മ്യൂസിക്കിന് അങ്ങനെ പ്രത്യേകിച്ച് റെസ്പെക്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ റെസ്പെക്ട് എന്ന് പറയുന്നത് ആരുടെയെങ്കിലും കാല് തൊട്ട് വീഴുന്നതോ അല്ലെ അവരെ വാനോളം പുകഴ്ത്തുന്നതോ അല്ല. റെസ്പെക്ട് ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് ഗിവിങ് ഓപ്പർച്യൂണിറ്റീസ്. റെസ്പെക്ട് ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് പേയിങ് മണി ആൻഡ് പേയിങ് മണി ഓൺ ടൈം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഞാൻ റെസ്പെക്റ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്. അല്ലാണ്ട് നമ്മളെ വന്നിട്ട് കാല് തൊട്ട് വീഴുക, പാദപൂജ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ റെസ്പെക്റ്റായിട്ട് ഞാൻ കൂട്ടുന്നില്ല. ആൻഡ് അൾട്ടിമേറ്റ്ലി എല്ലാ ഹ്യൂമൻസിനെയും പോലെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും നമ്മൾ ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ പൗരനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇടപഴകുമ്പോൾ കിട്ടേണ്ട ഒരു ബേസിക് റെസ്പെക്റ്റ് ഉണ്ടല്ലോ. ആ റെസ്പെക്റ്റ് നിങ്ങൾ മ്യൂസിഷ്യൻസിന് എല്ലാവർക്കും കൊടുക്കണമെന്നാണ്. അത് ഇന്ത്യൻ മ്യൂസിഷ്യൻസ് ആണെങ്കിലും ശരി, മറ്റ് മെയിൻ സ്ട്രീം മ്യൂസിക് എന്തായാലും ശരി, എല്ലാവരെയും ആ ഒരു റെസ്പെക്റ്റ് കൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. ചില ട്രാക്കുകളിലൊക്കെ നമ്മൾ സ്റ്റക്കായിരിക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ കമ്പോസ് ചെയ്യുന്ന സമയത്തോ ഒക്കെ ക്രിയേറ്റീവ് ബ്ലോക്ക് അല്ലെങ്കിൽ ക്രിയേറ്റീവ് സ്റ്റക്ക് ഉണ്ടാകുന്നൊരു സമയം ഉണ്ടാവുമല്ലോ. അതിന് റിക്കവർ ചെയ്യാനായിട്ട് എന്താ സൂര്യനെ സംബന്ധിച്ചൊരു മാർഗം? ഓരോരുത്തർക്കും ഓരോരോ മാർഗങ്ങളായിരിക്കുമല്ലോ. ടേക്ക് എ ബ്രേക്ക്. ഞാൻ പലപ്പോഴും ഉറങ്ങും. ഈ ഉറക്കം ഭയങ്കര കൺഫ്യൂഷൻസും ഇങ്ങനെ ചിലപ്പോഴൊക്കെ സ്റ്റക്ക് ആകുമ്പോഴത്തേക്ക് ഞാൻ ഐ ജസ്റ്റ് ക്ലോസ് ഡൗൺ. അപ്പം ഈ ചിലപ്പോഴൊക്കെ കുറേ ഒരു ഉറക്കം കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ മെൻ്റലി കുറച്ചുകൂടെ ബെറ്റർ ആവും.
പിന്നെ ടേക്ക് എ ബ്രേക്ക്. ചിലപ്പം ഒരു 3-4 ദിവസത്തേക്കൊക്കെ ഈ സ്റ്റുഡിയോ എന്നൊക്കെ മാറിയിരിക്കുക, ചിലപ്പോൾ ഒരു ചെറിയ യാത്ര പോവുക, അങ്ങനെയൊക്കെയുള്ള ബേസിക് പരിപാടികളൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. ആൻഡ് ദാറ്റ് ഹെൽപ്സ്. അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഇപ്പോൾ മ്യൂസിക് ചെയ്യാത്ത സമയത്ത്, മ്യൂസിക് താങ്കളുടെ തന്നെ ഒരു ഹാപ്പിനെസ് ആയിരിക്കാം, പീസ് ആയിരിക്കാം. മ്യൂസിക് ചെയ്യാത്ത സമയത്ത് എന്താണ് താങ്കളുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ പീസ് എന്ന് പറയുന്നത്? നല്ല ഭക്ഷണം, നല്ല ഉറക്കം, നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ല യാത്ര, നല്ല വർത്തമാനങ്ങൾ, ഇതൊക്കെ തന്നെയാണ് പ്രൊഡക്റ്റീവായിട്ടുള്ള വർത്തമാനങ്ങൾ. യെസ്, നല്ല വർത്തമാനങ്ങൾ. ഒരു ഇൻ്റർനാഷണൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഒരു പാട്ട് പെർഫോം ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് ട്രാക്കായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക? ഓഫ് കോഴ്സ്, ഞാൻ ഇതുവരെ എൻ്റെ ഒരു ആൽബമേ റിലീസ് ചെയ്തിട്ടുള്ളൂ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ദ ജിപ്സീസ് എന്ന പേരിൽ. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൽബംസ് ഇനി വേറെ ഇറങ്ങാനുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലേതെങ്കിലും നിന്നുള്ള ആൽബത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പാട്ടായിരിക്കും അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ടായിരിക്കും ഞാൻ പെർഫോം ചെയ്യുന്നത് അങ്ങനെ ഒരു സ്റ്റേജിൽ. ഓക്കെ, എല്ലാവർക്കും ഒരു സ്വപ്നം ഉണ്ടാവുമല്ലോ. അപ്പം സൂരജ് സന്തോഷിൻ്റെ ഒരു ഡ്രീം കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? ഈ പറഞ്ഞ പോലെ എനിക്ക് ഡ്രീം കൊളാബറേഷനെ പറ്റി എനിക്ക് എത്രത്തോളം പറയാൻ തോന്നുന്നു. പക്ഷേ കൊളാബറേഷൻ ഷുഡ് ഹാപ്പൻ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ നാട്ടിൽ നമ്മൾ അങ്ങോട്ടും കൊളാബറേറ്റ് ചെയ്താൽ തന്നെ പകുതി പ്രശ്നങ്ങൾ സോൾവ് ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ടും കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അൺനെസസറിലി. പക്ഷേ അത് ഇൻഡിവിജ്വലിസ്റ്റിക് പ്രോബ്ലം ആയിട്ട് ഞാൻ കാണുന്നില്ല. സമൂഹം തന്നെ അങ്ങനെ നമ്മളെ കോമ്പറ്റീറ്റീവ് ആക്കി മാറ്റിക്കഴിഞ്ഞു. ഈ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ അങ്ങനെ വേണം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അത് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കൊളാബറേഷൻ ഷുഡ് ഹാപ്പൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഡ്രീം കൊളാബറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല. മേ ബി വിത്ത് I would love to collaborate with everyone, all over, whoever comes. Basically, more than that, I would love to be a part of good projects where നമ്മൾക്ക് സിമിലർ മൈൻഡ് സെറ്റ്, സിമിലർ ടേസ്റ്റ് ഉള്ള ആളുകൾ ഒരുമിക്കുന്നു, അവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ആർട്ട് ഉണ്ടാക്കുന്നു എന്ന പ്രോസസ്സിലാണ് ഞാൻ എൻ്റെ ആനന്ദം കണ്ടെത്തുന്നത്. സോ എനി കൊളാബറേഷൻ വുഡ് ബി ഈസ് ഗോയിങ് ടു ബി അമേസിങ്. അപ്പം ഞാൻ അങ്ങനെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഇനി സംഭവിക്കാൻ പോകുന്ന എല്ലാ കൊളാബറേഷൻസും ഡ്രീംസ് തന്നെ. അതായത് അതിനെ ഇങ്ങനെ ചുരുക്കി പറയാമോ? അത്രമേൽ അങ്ങനെ പ്ലാൻഡ് അല്ല, പക്ഷെ ആർട്ടാണ് മുഖ്യം. അതിനെങ്ങനെ ചുരുക്കി പറയാം? ഓക്കെ, ഒരു പെട്ടെന്നൊരു മുറിയിലേക്ക് നമ്മൾ നടന്നു ചെല്ലുക. പെട്ടെന്ന് സൂരജ് സന്തോഷിൻ്റെ ഒരു ട്രാക്ക് ആ മുറിയിൽ ഒരാൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന സൂരജ് സന്തോഷിൻ്റെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും, ഒന്ന് ദയവ് ചെയ്ത് നിർത്തുമോ? അതെന്താ, ആ ട്രാക്ക് കേൾക്കുമ്പോൾ കുറച്ച് ഈ ട്രാക്ക് ഞാൻ കുറച്ചും കൂടെ കറക്റ്റ് ചെയ്യാൻ ഞാൻ ഒന്ന് ആശയായി പോകുന്നു, അല്ലാതെ ഈ ഫീൽ ചെയ്യും. എന്തോ എനിക്ക് അങ്ങനെ എൻ്റെ പാട്ട് അങ്ങനെ കേൾക്കാൻ താല്പര്യമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ട്രിയിലേക്ക് വന്നത്, അവിടെ ഉണ്ടായ ചാലഞ്ചസ്, കടമ്പകൾ, ഇതൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന ഒരു പുതിയ സിംഗറെ സംബന്ധിച്ച് അല്ലെങ്കിൽ മ്യൂസീഷ്യനെ സംബന്ധിച്ച് ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരാളാണ്, അയാൾക്ക് കൊടുക്കുന്ന ഒരു ബെസ്റ്റ് അഡ്വൈസ് എന്തായിരിക്കും, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഐ എം നോബഡി ടു ഗിവ് അഡ്വൈസസ്, ബട്ട് ഐ വുഡ് ഷെയർ സംതിങ് വിത്ത് യു ഓൾ. നിങ്ങൾ സ്വതന്ത്ര സംഗീതത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ മ്യൂസിക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, യു ഷുഡ് നോ വൈ യു ആർ ക്രിയേറ്റിംഗ് ഇറ്റ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആർട്ട് ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റിയിട്ട്, അതെന്തിനും ആയിക്കോട്ടെ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനായിരിക്കാം, നിങ്ങൾക്കൊരു എന്താണ്, നിങ്ങൾക്ക് അതിൽ നിന്നും ഫെയിം ഉണ്ടാക്കാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫുൾഫിൽമെൻറ്റ് ഫീലിംഗ് നിങ്ങൾക്ക് ഒരു ആർട്ട് റിലീസ് ചെയ്യുമ്പോൾ കിട്ടുമായിരിക്കാം. അത് ഭയങ്കര ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. അതെന്തും ആയിക്കോട്ടെ, പക്ഷേ അതിനെപ്പറ്റി ധാരണ ഉണ്ടാക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊരു കലാസൃഷ്ടി പുറത്തുവിടുമ്പോഴത്തേക്കും ആ ധാരണക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആർട്ടിനോട് തന്നെ ചെയ്യുന്ന ഒരു ഓണസ്റ്റ് അല്ലാത്ത സമീപനമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സോ അതായത് ഇരട്ടത്താപ്പിൻ്റെ ആവശ്യമില്ല, ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. വാട്ട് എവർ യു ആർ ഡൂയിങ് യു ഷുഡ് ഹാവ് ദാറ്റ് ക്ലാരിറ്റി ആൻഡ് ഗോ ഹെഡ്. അതെന്താണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് കൊമേഴ്ഷ്യൽ ഉണ്ടല്ലോ, അതായത് കൊമേഴ്ഷ്യൽ സൈഡിൽ എനിക്ക് മണി ഉണ്ടാക്കലാണ് എന്നുണ്ടെങ്കിൽ അതിന് ക്ലാരിറ്റി ഉണ്ടാവും. You are clear about what you want, so be clear about it. ഓക്കെ, ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നേരത്തെ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞു, ഒരു മ്യൂസീഷ്യൻ്റെ ഹാർഡ് ഡിസ്കിൽ ഏകദേശം ഇത്രത്തോളം പാട്ടുകൾ ആരും കാണിക്കാത്തന്നെ ഉണ്ടാവുന്നു. അതിനകത്ത് തന്നെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. അതിനകത്ത് തന്നെ സൂരജിന് പേഴ്സണലി ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി കാണുന്ന ഒരു സംഗതി ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും പറ്റിയും നമുക്ക് പറയാൻ, ഒരു ഹിൻഡെങ്കിലും തരാനുള്ള എന്തെങ്കിലും വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? എൻ്റെ അടുത്ത ആൽബം ഞാനിപ്പം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി കുറച്ച് പണി കൂടെ കഴിഞ്ഞാൽ വിത്തിൻ എ മന്ത് ഓർ ടു. അതാണ് ഏറ്റവും പുതിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവം. അതെ, അതാണ് ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്ന അടുത്ത എൻ്റെ ഇൻഡിപെൻഡൻ്റ് ആൽബം. സോ ഈ ഒരു ആൽബത്തിൽ ഒരു 5 ട്രാക്കാണുള്ളത്. ഈ
പാട്ടിനെ പറ്റി ഞാൻ സംസാരിക്കുന്നതിലും കൂടുതൽ നല്ലത് ഇതിൻ്റെ ഒരു ഗ്ലിംസ് നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. യെസ്, ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കേൾപ്പിക്കാം. ഇങ്ങനെ പോവത്. ഇതാണ് ഇനി പുറത്തിറങ്ങാൻ പോകുന്ന ഒരു പരിപാടി. ഇനി ഇറങ്ങാനായിട്ട് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് കുറച്ച് മാത്രമാണ് കേൾപ്പിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ട് ഇവിടെയാണ് അതെ, ഉറപ്പായിട്ടും കുറച്ച് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്നത്തേക്കായിരിക്കും ഇതിന്റെ റിലീസും കാര്യങ്ങളെല്ലാം? പിന്നെ ഒരു 2 months ഇതിന്റെ അവസാനത്തെ പരിപാടികൾ നടന്നിരിക്കും. 2 മാസത്തെ കാത്തിരിപ്പുള്ളൂ, അതിനുള്ളിൽ സംഗതി എത്തുന്നതാണ്. ഒരുപാട് അഭിനേതാക്കൾക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട്, ഒരുപാട് അഭിനേതാക്കൾക്ക് സ്ക്രീനിൽ ശബ്ദം കൊടുത്തിട്ടുണ്ട് സംഗീതത്തിലൂടെ. അപ്പം ഇതിനകത്ത് സൂരജിന്റെ സൗണ്ടുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു അഭിനേതാവെന്ന് അങ്ങനെ എടുത്തു പറയാൻ തോന്നിയ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പിന്നീട് സിനിമ കാണുമ്പോൾ സ്ക്രീൻ പ്രസൻസും ഉണ്ട്, ഇത് എൻ്റെ ആയിട്ട് പക്ക മാച്ചിങ് ആണ് ഇയാൾക്ക്. ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മ്യൂസിക്കായിട്ട് കണക്റ്റഡ് ആവും. അപ്പം തന്നെ നമ്മൾ അപ്പം തന്നെ നമ്മൾ ഓൾറെഡി മ്യൂസിക്കായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞു. അത് സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും അതിന് ഒരു സിനിമയുടെ ഭാഗമായിട്ട് വരുമ്പോഴത്തേക്കും ഒരു ചിലപ്പോൾ ലിപ്സിങ് കൊണ്ടായിരിക്കും, ചിലപ്പോൾ അത് മറ്റേ ഒരു ഇതുപോലെ ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ആക്ടേഴ്സ് എന്ന് പറയുന്നവരെല്ലാവരും തന്നെ ഭയങ്കര ബ്രില്യൻ്റ്ലി അവർ പണിയറിയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം ആര് ചെയ്താലും നന്നായിട്ട് ചെയ്യുന്നവർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പം ഇന്ന ആളൊന്നുമില്ല. അതിപ്പം ഫഹദ് ഫാസിലാണെങ്കിലും ശരി, നിവിൻ പോളി ആണെങ്കിലും ശരി, മോഹൻലാൽ ആണെങ്കിലും ശരി, മമ്മൂട്ടി ആണെങ്കിലും ശരി, ബീച്ച് രജനീകാന്ത് ആരാണെങ്കിലും ശരി, പുതിയ ആരാണെങ്കിലും ശരി, അപ്പം അവരുടേതായ ചാം ആ സ്ക്രീനിൽ കൊണ്ടുവരും. സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിനോട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും പാട്ടിലോട്ടായിരിക്കത്തില്ല. അവരെങ്ങനെ അതിനെ അവതരിപ്പിക്കുന്നവരിലായിരിക്കും ആദ്യമായിട്ട് കണക്ട് ആവുന്നത്. സോ എല്ലാവരും അടിപൊളിയാണ്. ഇന്നൊരാൾ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഓക്കെ, നേരത്തെ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാൾ 10 സ്റ്റെപ്പിനെ വയ്ക്കുന്നതിനേക്കാൾ പവർഫുള്ളാണ് ഒട്ടും പ്രിവിലേജ്ഡ് അല്ലാത്ത ഒരാളുടെ ഒരു സ്റ്റെപ്പ് പോലും അത്രയും ശക്തമാണ് എന്നുള്ളത്. ഞാൻ തിരിച്ചു പറഞ്ഞു. വളരെ പ്രിവിലേജ് ഉള്ള ആൾ ഒരു സ്റ്റെപ്പ് വെക്കുന്നതും പ്രിവിലേജ് ഇല്ലാത്ത ആൾ 10 സ്റ്റെപ്പ് വെക്കുന്നതും പോലെയാണ്. 10 സ്റ്റെപ്പ് വെക്കേണ്ടി വരുന്നു. മറ്റവർക്ക് ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഞാൻ അതിൻ്റെ തന്നെ റിവേഴ്സ് വേർഷനാണ് പറഞ്ഞത്. അതായത് അത്ര ശക്തമാണ് ഒട്ടും പ്രിവിലേജഡ് അല്ലാത്ത ആളുടെ ഒരു സിമ്പിൾ സ്റ്റെപ്പ് പോലും, കാരണം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് അയാൾ ആ സ്റ്റെപ്പ് എടുക്കുന്നത് ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞാൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ജേണിയാണ്. ആ ചലഞ്ചിങ് ആയിട്ടുള്ള ജേണിയിലൂടെ കടന്നു വന്ന് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാക്കുകൾ ഒരുപാട് സൂരജിന് കയ്യിൽ എത്തി. അപ്പോൾ ഇപ്പോൾ അത് റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ തോന്നുന്നത്? ഞാൻ എത്ര അനുഗ്രഹീതരിലാണോ അതോ ഞാനിത് നേടിയെടുത്താണെന്നാണോ, എങ്ങനെ തോന്നുന്നത്? ഐ ഫീൽ പ്രൗഡ്. അങ്ങനെ കാരണം എല്ലാ പാട്ടുകളും നോക്കുമ്പോൾ അതൊരു വലിയ, ഞാൻ ഭാഗ്യം എന്ന് മെൻഷൻ ചെയ്യുന്നില്ല, എന്നാൽ പോലും പ്ലേലിസ്റ്റ് നോക്കുമ്പോൾ ഒരുപാട് പാട്ടുകൾ, അതായത് മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ആവുന്ന ഒരുപാട് പാട്ടുകൾ കിട്ടിയിട്ടുള്ള ഒരു സിംഗറാണ്. ഐ ഫീൽ ഗ്രേറ്റ്ഫുൾ. പ്രൗഡ് എന്നതിനേക്കാൾ ഒരു ഐ ഫീൽ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഓൾസോ ഫീലിംഗ് പ്രൗഡ്. എനിക്ക് തോന്നുന്നു ഞാൻ പോലും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നതും ഇത്രയും പ്രോജക്റ്റിൻ്റെ ഭാഗമാകുന്നതും ഞാൻ എൻ്റെ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എനിക്ക് വേദികൾ കിട്ടുന്നതും ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നതും ആളുകൾ എൻ്റെ മ്യൂസിക് ഇഷ്ടപ്പെടുന്നതും, നോട്ട് എന്നെയല്ല, ആളുകൾ എൻ്റെ മ്യൂസിക് ഇഷ്ടപ്പെടുന്നതും ഒക്കെ എന്ന് പറയുന്നത് ഒരു ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ ഞാൻ ചെറിഷ് ചെയ്യുന്നു, അത് എൻജോയ് ചെയ്യുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരോടും തന്നെ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ഇതുവരെ ഇൻ്റർവ്യൂലൊന്നും പറയാത്ത ഒരുപക്ഷെ ഇപ്പം ആർട്ടിനെ ആരാധിച്ചാൽ മതിയെന്ന് സൂരജ് പറഞ്ഞാൽ പോലും സൂരജിനെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, ഉറപ്പായിട്ടും ആർട്ടിസ്റ്റിനെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ സൂരജ് സന്തോഷ് എന്ന ആർട്ടിസ്റ്റിൻ്റെ പ്രേക്ഷകർ അറിയാത്ത ഒരു കാര്യം എന്തായിരിക്കും? പ്രേക്ഷകർക്ക് ഇതുവരെ യാതൊരു ഐഡിയ ഇല്ലാത്ത, പക്ഷേ പ്രേക്ഷകർക്ക് എന്നെ അറിയാവുന്ന, ഞാൻ നേരത്തെ വേറൊരു ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഒന്നും ഒഴുക്കി പറഞ്ഞതായിരുന്നു. ബേസിക്കലി എല്ലാവരും എന്നെ കണക്ട് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. ചിലർ എന്നെ കണക്ട് ചെയ്യുന്ന ഒരു ഗായകനായിട്ടായിരിക്കും, ചിലർ എന്നെ കണക്ട് ചെയ്യുന്നത് ഒരു ഇൻഡി മ്യൂസിഷ്യനായിട്ടായിരിക്കും, ചിലർ എന്നെ കണക്ട് ചെയ്യുന്നത് ഒരു കമ്പോസറായിട്ടായിരിക്കും, ചിലർ എന്നെ പ്രൊഡ്യൂസറായിട്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരും ഈ ലേബൽസ് എന്ന് പറയുന്നത് ഓരോരുത്തരും ഒരാളെ കാണാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും കാണുന്നത്. എങ്ങനെയാണ് നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ഐ ആം ഓൾവേസ് ഹിയർ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഐ ആം എ ലിസണർ and I love making music.
അത് and I love to be part of good projects, as in where നമ്മളെല്ലാവരും തന്നെ ഒരുമിച്ച് വരുന്നു, നമ്മളൊരു പേജിൽ വരുന്നു, നമ്മുടേതായ ഐഡിയ ഇടുന്നു, അങ്ങനെയൊക്കെ ഒരു ആർട്ട് ഉണ്ടായിത്തീരുന്നു എന്ന പ്രോസസ്സ് എൻജോയ് ചെയ്യുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. സോ അങ്ങനെ കണ്ടാൽ മതി നിങ്ങൾ. ഓക്കെ, അല്ല ബാക്കി രീതി കണ്ടെന്നല്ല, നിങ്ങൾ സിംഗറായിട്ടും കമ്പോസ് എങ്ങനെ വേണം കണ്ടോളൂ, പക്ഷേ അൾട്ടിമേറ്റ്ലി ഞാൻ ഇത്ര മാത്രമാണ്, ഇതാണ് ഞാൻ എന്നുള്ളതാണ്. മനസ്സിലായി. സൗത്ത് സൈഡ് സ്റ്റോറിയിൽ നിങ്ങൾ വരാനിരിക്കുന്ന ഒരു പെർഫോമൻസ് പറ്റി എത്രമാത്രം എക്സൈറ്റഡ് ആണ്? Very excited as in like we don't get to, as being an artist from South, we don't get to perform in North side quite often, like ഈ ഡൽഹി ബോംബെ സ്ഥലങ്ങളിലൊന്നും നമുക്കത്ര ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. നമ്മളെ റീജിയണൽ മ്യൂസിക് എന്നൊരു കാറ്റഗറിയിലാണല്ലോ പെടുത്തിയേക്കുന്നത്. എനിക്ക് എപ്പോഴും റീജിയണൽ മ്യൂസിക്, അപ്പോൾ അങ്ങനെയാണ് ഹിന്ദി മ്യൂസിക് റീജിയണൽ മ്യൂസിക് ആണെന്ന് ഞാൻ പറയേണ്ടി വരും ഇൻ്റർനാഷണൽ നോക്കുമ്പോഴത്തേക്കും. സോ ഈ SSS ഈ സൗത്ത് സൈഡ് സ്റ്റോറി സ്പെഷ്യൽ ആവുന്നത് വി ആർ ഗിവിങ് a glimpse of what is happening in the south. അപ്പം I am also part of it. അപ്പം ഞാനും ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇവിടെ ഉള്ള എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള മ്യൂസിക്കാണ്. സോ ആൻഡ് ഐ എം ഷെയറിങ് വിത്ത് എ ക്രൗഡ്. ഒരു സൗത്തുമായിട്ട് അത്ര ബന്ധമില്ലാത്ത ഒരു നോർത്ത് ഇന്ത്യൻ ക്രൗഡിന് മുന്നിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നതും. അത് ദാറ്റ് മേക്സ് ഇറ്റ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്റർ എക്സ്ചേഞ്ച് ഓഫ് കൾച്ചേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇൻ ദാറ്റ് വേ ഇറ്റ് ഇസ് വെരി സ്പെഷ്യൽ. ഓക്കെ, സൗത്ത് സൈഡ് സ്റ്റോറീസിൽ, അതായത് SSSൻ്റെ ഭാഗമായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്നതിന് വ്യക്തിപരമായി അല്ലെങ്കിൽ ആർട്ട് സൈഡിൽ നിന്ന് എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ആക്ച്വലി. ഇത് എല്ലായിടത്തും ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആസ് ഇൻ ലൈക്ക് സൗത്ത് സൈഡ് സ്റ്റോറി പോലെ തന്നെ ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റോറി ഉണ്ടാവണം, കാശ്മീർ സ്റ്റോറി ഉണ്ടാവണം, മറ്റേ നമ്മുടെ ഈ വെസ്റ്റ് ബംഗാൾ എന്നുള്ള സ്റ്റോറി ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. പക്ഷേ നമ്മൾ ഓൾറെഡി ഇപ്പം മെയിൻ സ്ട്രീമിൽ നമുക്ക് കിട്ടുന്നതെല്ലാം തന്നെ ഒരു സെൻട്രൽ ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി മാത്രമേ വരുന്നുള്ളൂ. അപ്പം എല്ലാവരും കേൾക്കപ്പെടണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. എല്ലാവർക്കും വോയിസ് ഔട്ട് ചെയ്യാനുള്ള ഒപ്പീനിയൻ ആണ്, എല്ലാവരെയും കേൾക്കപ്പെടണം. ആ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൽ സൗത്ത് സൈഡ് സ്റ്റോറി വൻ വിജയമാണ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലും ഈ ആർട്ടിനെയൊക്കെ അങ്ങനെ ഉറ്റുനോക്കുന്ന ഒരാളെന്ന രീതിയിലും ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി ഗുഡ് എഫേർട്ട് ആൻഡ് അതിനെ ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റും ചെയ്യും. SSSൻ്റെ ഭാഗമായിട്ട് ലൈവ് പെർഫോം ചെയ്യാനായിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ട്രാക്ക് ഏതായിരിക്കും? ഐ മീൻ ഓൾ ദ സോങ്സ് ഫ്രം മൈ ഡെബ്യൂ ആൽബം. അതാണ് ഞാൻ ബേസിക്കലി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. അത് ഭയങ്കര സംതിങ് ദാറ്റ് ഐ വർക്ക്ഡ് ഓൺ, ഒരുപാട് കാലം വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ മ്യൂസിക്കാണ്. സോ അപ്പോൾ അത് വേറൊരു ക്രൗഡ് മുന്നിൽ ഷെയർ ചെയ്യാന്നുള്ള തന്നെ കാര്യം തന്നെയാണ്. ഓക്കെ, ഷോക്കിയുടെ റിലീസ് ചെയ്യാത്ത ട്രാക്കിൻ്റെ ഒരു സ്നീക്ക് പീക്ക് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതാണ് ഓൾറെഡി നമ്മൾ അത് കാണിച്ചിട്ടുണ്ട്. സൗത്ത് സൈഡ് സ്റ്റോറീസിൽ നിങ്ങളുടെ പെർഫോമൻസിന് ഒരു ഒറ്റ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും യൂസ് ചെയ്യുന്ന വാക്ക്? എൻ്റെ പെർഫോമൻസിനെ ഞാൻ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. സ്വന്തം ഒരു റൂമിൽ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തോന്നുന്നു ചോദിച്ചപ്പോൾ ആളെ അയ്യോ അത് മാറ്റിക്കൂടെ എന്നാണ് ഇത്തിരി വലുത് പറഞ്ഞത്. എൻ്റെ പെർഫോമൻസിനെ എനിക്ക് തോന്നുന്നില്ല എനിക്കങ്ങനെ ഒരു ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. someone else should actually describe it. എനിക്കൊന്ന് അങ്ങനെ ഒറ്റയ്ക്ക് നോക്കുകയാണെന്ന് ഇത് ബേസിക്കലി ഇറ്റ്സ് അബൌട്ട് ഒറ്റ വാക്ക് എന്ന് പറഞ്ഞ പരിപാടി തന്നെ എനിക്ക് അറിയാം. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ മീ. സോറി. ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്തിട്ടുള്ള ആളാണ്. എന്താണ് ആ വേദികളിൽ നിന്നും SSSന് ഉള്ള വ്യത്യാസം? വീണ്ടും ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരും തോന്നുന്നു. ഇറ്റ്സ് എ കൾച്ചറൽ എക്സ്ചേഞ്ച് വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻ സൗത്ത് സൈഡ് സ്റ്റോറി. അപ്പോൾ ഈ ഒരു മെയിൻ സ്ട്രീമിൽ നടക്കുന്ന എൻജോയ് ചെയ്യുന്ന ഒരു മെജോറിറ്റി ക്രൗഡിന് മുന്നിൽ നമ്മൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. സോ വിച്ച് ഇസ് അത് ഒരു അമേസിംഗ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. എനിക്ക് തോന്നുന്നു അതാണ് എൻ്റെ സൗത്ത് സൈഡ് സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും യു ആർ ഗിവിങ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദ സൗത്ത് ടു എ പീപ്പിൾ, ടു എ സെറ്റ് ഓഫ് പീപ്പിൾ ഹൂ ഇസ് on the other side of India. അപ്പോൾ വ്യക്തിപരമായി പോലും സുരജിത് ഇത്ര നേരം സംസാരിച്ച കാര്യത്തിലെല്ലാം ഈ ആർട്ട് ബോർഡർ ബ്രേക്ക് ചെയ്യുന്നതിനെ പറ്റി ഉള്ളൊരു തോട്ട് പാസീവായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ശരിക്കും അതും ഇതും തമ്മിൽ മാച്ച് ആവുന്നുണ്ട് ആക്ച്വലി അല്ലേ? ഇപ്പോൾ ഈ സൂര്യ സംസാരിച്ച എല്ലാ തോട്ടിലും പാസീവായിട്ട് ഇങ്ങനെ ഇതുണ്ടായിരുന്നു. അത് ബോർഡർലെസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിരുകളില്ലാതെ ആർട്ട് അങ്ങ് പറന്ന് നടക്കണം എന്നുള്ളൊരു മൂഡ്. ആർട്ട് ഇൻ ഇറ്റ്സ് നേച്ചർ അങ്ങനെ തന്നെയാണ്.
ലൈക്ക് നമ്മളിപ്പോഴും ബീതോവനെ കേൾക്കുന്നില്ല. അപ്പോൾ അതിന് ഇടയ്ക്ക് ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ചുരുക്കാൻ ശ്രമിക്കുമല്ലോ റീജിയണൽ എന്ന് പറയുന്നത്. അത് പൊട്ടിച്ചെറിയാൻ ഇങ്ങനെയുള്ള വേദികൾ സഹായിക്കും. ഈ ക്രെഡിറ്റ് പോകേണ്ടത് ആങ്കറിന് തന്നെയാണ് കേട്ടോ. ഹി കെയിം അപ്പ് വിത്ത് ദിസ് പോയിന്റ്. ലൈക്ക് ആർട്ട് ബോർഡർലെസ് ആണ്. അപ്പോൾ അതിനെ ചുരുക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ സൗത്ത് സൈഡ് സ്റ്റോറി പോലുള്ള പ്ലാറ്റ്ഫോംസ്. അവിടെ വേർ എവറിത്തിങ് ഇസ് സെലിബ്രേറ്റഡ്. ഇപ്പോൾ SSSന്റെ ഭാഗമായിട്ട് നിങ്ങൾ കാണാനോ ഒരു ഷോ കാണാനോ കണ്ടുമുട്ടാനോ ആഗ്രഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അതാരായിരിക്കും? എവ്രിബഡി ഈസ് യുണീക്ക്. ഞാൻ പറയട്ടെ, ആസ് എൻ ഓരോ ഈ മ്യൂസിക് ഫീൽഡിൽ ഇപ്പോൾ പാട്ടുണ്ടാക്കുന്ന ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഉണ്ടാക്കുന്ന എല്ലാവരും തന്നെ അവരുടെ എക്സ്പീരിയൻസസ് ആണ് ഷെയർ ചെയ്യുന്നത് അവരുടെ മ്യൂസിക് വഴി. അപ്പം എല്ലാവരുടെയും ജേർണി ഈസ് വെരി യുണീക്ക്. അപ്പോൾ അവർ ഷെയർ ചെയ്യുന്ന മ്യൂസിക്കും വെരി യുണീക്ക്. അപ്പം ഒരാളുടെ കഥ കേൾക്കാൻ അല്ലെങ്കിൽ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കാനാണ് ആസ് എ ലിസണർ ഞാൻ പോകുന്നത്. അപ്പം എല്ലാവരും കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ ഇന്നൊരാളെന്നില്ല, എല്ലാവരും, അതിനിപ്പം ആരായിക്കോട്ടെ, എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാവരും കേൾക്കണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റും. അത് തന്നെയാണ് ആക്ച്വലി എല്ലാവരോടും. എല്ലാവരെയും കേൾക്കും നിങ്ങൾ. ഓക്കെ, ഈ SSSന്റെ സെറ്റിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ എന്ത് വൈബ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളൊരു എയിമാണ് ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ സൂരജന് ഉണ്ടാവുക? അതോ ശരിക്കും പറഞ്ഞാൽ ചില ആർട്ടിസ്റ്റുകളൊക്കെ പറയാറുണ്ട് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പെർഫോമൻസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ കൺമുമ്പിൽ ഉണ്ടാവില്ല എന്നുള്ളത്? സത്യം തന്നെ കേട്ടോ. അതായത് നമ്മൾ ഈ സ്റ്റേജിൽ കയറി കഴിഞ്ഞ് കയറുന്നവരെ ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ഒരു എല്ലാവരുടെ ഇത്തിരി ഇൻഹിബിഷനൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അങ്ങനെ സംസാരിക്കാനൊക്കെ ഇച്ചിരി ഇങ്ങോട്ട്, പക്ഷെ കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇൻഹിബിഷൻ ഒന്നും ഫീൽ ചെയ്യാത്തത് ഞാൻ സ്റ്റേജിലുണ്ടായിരുന്ന സമയത്താണ്. സ്റ്റേജിലുണ്ടാക്കിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ വേറൊരു പേഴ്സണാലിറ്റി തന്നെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റും, എനിക്ക് ആളുകളെ ഡീൽ ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യും. പക്ഷെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് പോകും. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് അബൌട്ട് ആർട്ട്. അപ്പം ആർട്ട് ക്യാൻ ആക്ച്വലി ലിബറേറ്റ് യു. ഓക്കെ, അപ്പോൾ സൂരജ് വൈബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഓഡിയൻസിന്, അതേപോലെ തന്നെ ആ സ്റ്റേജ് സൂരജിനും ഒരു വൈബ് ക്രിയേറ്റ് ആണ്. ബേസിക്കലി എൻജോയ് ചെയ്യണം. ഞാൻ അവിടെ എൻജോയ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വൈബും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ whenever I get to enjoy on stage, I mean that is passed on to the audience. സൗത്ത് സൈഡ് ഷോസ് പോലെ വലിയ സ്റ്റേജ് ഷോസ് ഒക്കെ കയറുന്നതിന് മുമ്പ് ഒരു പ്രീ ഷോ പ്രിപ്പറേഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രീ സ്റ്റേജ് പ്രിപ്പറേഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് എനി അതർ കോൺസെർട്ട് നമ്മൾ ഓരോ കോൺസെർട്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫ് കോഴ്സ് സൗത്ത് സൈഡ് സ്റ്റോറി ഈസ് ദ ബിഗ്ഗസ്റ്റ് ഒരു കുറച്ചുകൂടെ വലിയ പ്ലാറ്റ്ഫോമാണ്. പക്ഷേ എല്ലാ കോൺസെർട്ടും നമ്മൾ സമീപിക്കുന്നത് പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മ്യൂസിക് എന്താണ് പ്രസൻറ്റ് ചെയ്യുന്നതിനെ പറ്റി നമ്മുടെ ഐഡിയ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ വിതിൻ ദ ബാൻഡ് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. വിതിൻ ദ ബാൻഡ് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മ്യൂസിക്കൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നമ്മൾ ഓൺ സ്റ്റേജ് നമ്മുടെ സൂരജ് സന്തോഷ് ലൈവ് എന്ന് പറയുന്ന ബാൻഡിൽ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ്. അപ്പം അതൊക്കെ തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. ഒരു പ്രിപ്പറേഷൻ എന്ന രീതി നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെയും പ്രിപ്പറേഷൻ ആയിട്ട്. ഒരു ഡബിൾ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു വേറിട്ടൊരു പ്രിപ്പറേഷൻ ഒന്നുമില്ല. എല്ലാ ഷോയ്ക്കും ഓണസ്റ്റിനെ സമീപിക്കുക എന്നുള്ളതാണ്. സൗത്ത് സൈഡ് സ്റ്റോറീസ് പോലെ ഷോയൊക്കെ ആളുകൾ ഇപ്പോൾ കാണുമ്പോൾ ഓഡിയൻസ് അത് ആസ്വദിക്കുമ്പോൾ അവർ പിന്നീട് മനസ്സിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകണം, ഓർമ്മയിൽ വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ആസ് എൻ ആർട്ടിസ്റ്റ് ആ ഷോ കണ്ടിട്ട് ഒരു കാര്യം പിക്ക് ചെയ്ത് അവരുടെ ബ്രെയിനിൽ അത് ഓർമ്മകളിൽ അവരുടെ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ആസ് എൻ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അത്? എന്തായിരിക്കും ആ ഷോയിൽ നിന്ന് അവർ പിക്ക് ചെയ്തുകൊണ്ട് പോകേണ്ടത്? അത് എനിക്ക് ഞാനൊരു ലിസണറായിട്ട് വേണേൽ പറയാം. ഞാൻ ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിന് പോവുകയാണെങ്കിൽ എനിക്ക് ഞാൻ ആദ്യം നോക്കുന്നത് ആക്ച്വലി ഈ ആർട്ടിസ്റ്റിൻ്റെ മ്യൂസിക് കേട്ടപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ചുറ്റുപാടിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നു. ഇതിങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അയാളുടെ ആർട്ടിൽ കൂടി റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് ഐ ഫീൽ സോ ലൈക്ക് മൂവ്ഡ്. അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ആസ് എ ലിസണർ ഞാനൊരു ഫെസ്റ്റിവലിൽ പോകണമെങ്കിൽ എൻജോയ് ചെയ്യുന്നത്. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് ആ ഫീലിംഗ് എനിക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പം സൂരജിന്റെ തന്നെ ഇന്നർ ചൈൽഡ് ആണ് ഫസ്റ്റ് റോയിൽ ഇരിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ഫീൽ കൊടുക്കണമെന്നായിരിക്കും ആർട്ടിസ്റ്റ് സൂരജ് ആഗ്രഹിക്കുന്നത്? എൻ്റെ ഇന്നർ ചൈൽഡ് ഫ്രണ്ട് ഇരിക്കുകയാണെങ്കിൽ ഐ വുഡ് സേ ദാറ്റ് ബോയ് യു ഷുഡ് ബി പ്രൗഡ്. I know the paths that you have gone through, then now you should be proud that I'm here and watch me perform. That's it. ഒരു റാപ്പിഡ് ഫയർ സെക്ഷനാണ്. സൗത്ത് സൈഡ് സ്റ്റോറി എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? സൗത്ത് ഇസ് മീറ്റിംഗ് നോർത്ത്. ലൂപ്പിൽ നിങ്ങൾ അവസാനമായി കേട്ട ഗാനം? ഐ തിങ്ക് ഇബ്രാഹിം മാലൂഫിന്റെ ട്രംപറ്റ്സ് ഓഫ് ഫാൻസ് എന്ന് പറയുന്ന ഒരു ആൽബം. സ്റ്റുഡിയോ ഓർ സ്റ്റേജ്? ബോത്ത്. റെക്കോർഡിങ്ങിന് മുമ്പ് ഒരു കോഫി, യെസ് ഓർ നോ? നോ. നിങ്ങൾ പാടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗാനം? ഇത് റാപ്പിഡ് ഫയറിന്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
അയ്യോ അങ്ങനെ ഒരു ഗാനമില്ല. കാരണം ഓൾറെഡി പാടി വെച്ചേക്കുന്നവരൊക്കെ അത് ഭയങ്കര അടിപൊളിയായിട്ടാണ് പാടി വെച്ചേക്കുന്നത്. പ്ലേ ബാക്ക് ഓർ ഹിന്ദി ഏതാണ് കൂടുതൽ എക്സൈറ്റിംഗ്? ഹിന്ദി മ്യൂസിക്. ഹിന്ദി മ്യൂസിക് ആണ് എക്സൈറ്റിംഗ്. ആൻഡ് ഓൾസോ പ്ലേ ബാക്ക് ഈസ് ഓൾസോ എക്സൈറ്റിംഗ് ഇൻ അനദർ വേ. രാത്രി അല്ലെങ്കിൽ പകൽ, അതായത് രാത്രി ഇരിക്കുന്ന ആളാണോ ഓർ? അതെ, നോക്ടേണലാണ്. രാത്രി നൈറ്റ് പേഴ്സൺ ഓർ ഡേ പേഴ്സൺ? നൈറ്റ് പേഴ്സൺ ആണ്. ഒരു 2:30 വരെയൊക്കെ 3 മണി വരെയൊക്കെ ഇരിക്കാറുണ്ട്. നാളെ സംഗീതവുമായി ബന്ധപ്പെട്ട ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക, എല്ലാം ഡിസപ്പിയർഡ് ആയി അല്ലെങ്കിൽ വാനിഷ് ആയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അടുത്ത ഒരു പ്ലാൻ ബി എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് പ്ലാൻ എന്തായിരിക്കും? I would work on a project where I can bring back those disappeared music. ഈ ഡിസപ്പിയറായി പറയപ്പെടുന്ന മ്യൂസിക്കിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ എന്ന രീതിയിലായിരിക്കും വർക്ക്. അതായിരിക്കും വർക്ക്. താങ്ക് യു സോ മച്ച്.